CPM എന്നൊരു പാർട്ടി പണ്ട് തൊട്ട് പറയുന്ന പോസ്റ്റർ ഒട്ടിച്ചും അല്ലെ, എല്ലാ പറയുന്നുണ്ട് അതില് പോസ്റ്റർ ഒട്ടിച്ചു എന്ന് പറഞ്ഞ അടികൊണ്ടും വന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ആളെന്ന് പറയുന്നത് CPM എന്ന DYFI പോലെ പ്രസ്ഥാനം തന്നെയാണ് പറയുന്നത്. ഒരു മിനിറ്റ്, പ്രസ്ഥാനം കോൺഗ്രസ് അത്തരം ഒരു ആശയത്തിലേക്ക് പറയാറില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ചിലപ്പം ഇപ്പം കോൺഗ്രസിനുള്ളിൽ തന്നെ ചോദിച്ചു കളയും. ചിലപ്പോൾ ഇവൻ പോസ്റ്റർ ഒട്ടിക്കാൻ വന്നിട്ടോ ഇവൻ ഇതിന് വന്നിട്ടോ എന്ന് ചോദിച്ചു കളയും. അത് ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിഷേധിക്കും, പറയാറുണ്ട്. അത് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പറയാറുണ്ട്. ഓക്കെ, എല്ലാ രാഷ്ട്രീയക്കാരും പറയാറുണ്ട്. പക്ഷെ അത് ഇപ്പോൾ നടക്കുന്നില്ല. പണ്ട് ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ, പണ്ടൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ അവൻ അധ്വാനിക്കുമായിരുന്നു. അവൻ ഓരോ മേഖലയിലും പോസ്റ്റർ ഒട്ടിക്കാനും ഇലക്ഷൻ പ്രചരണത്തിനും രാത്രി കാലങ്ങളിൽ പോകുന്ന ഒരു പ്രവർത്തകനായിരുന്നു പണ്ട്. ഇപ്പോൾ അല്ല. ഇപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനവുമില്ല. അത് കൃത്യമാണല്ലോ. ഒരു പാർട്ടിയിൽ സ്ഥാനമില്ല. അത് ഈ ഡിജിറ്റലൈസേഷന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ കൂടുതൽ ഡിജിറ്റലായി. ആൾക്കാർ ഈ പോസ്റ്റർ ഒട്ടിച്ചാൽ പോലും ആൾക്കാർ വണ്ടിക്കകത്ത് മൊബൈലും നോക്കിയിരിക്കുന്നത്. ഇത് വഴിയരികിൽ ഇത് ഒട്ടിച്ചു വെച്ചാൽ ഇത് നോക്കണ്ടേ ആരെങ്കിലും? വണ്ടിക്കകത്ത് മൊബൈൽ നോക്കിയല്ലേ ആൾക്കാർ ഇരിക്കുന്നത്. അതിന് ജനറൽ ഇൻവെൻഷൻ എന്ന് പറയും. ഇപ്പൊ കറണ്ട് ആയിരുന്നു കഴിഞ്ഞ 18-ാം നൂറ്റാണ്ടിന്റെ പകുതിക്ക് വേണ്ടി കറണ്ട് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വലിയ അത്ഭുതമായത്. കറണ്ട് എന്ന് പറയുന്നൊരു സാധനം കണ്ടുപിടിച്ചതോടുകൂടി ഈ ലൈറ്റ് കത്തി, ഈ ക്യാമറ വർക്ക് ചെയ്തു, എക്സ്റേ മെഷീൻ, സ്കാനിങ് മെഷീൻ, വണ്ടി ഓടിച്ചു എന്ന് വേണ്ട നമ്മുടെ മൊബൈൽ ഫോൺ പോലും കറണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് 10-150 വർഷം കഴിഞ്ഞിട്ട് ഈ ഇന്റർനെറ്റ് കണ്ടുപിടിച്ചതാണ് ഏറ്റവും വിപ്ലവകരമായ മാറ്റം വരുത്തിയ ജനറൽ ഇൻവെൻഷൻ. ഇന്റർനെറ്റിൽ കൂടെ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് വഴി ചോദിച്ചു പോവാം, ഹോട്ടൽ ബുക്ക് ചെയ്യാം, വീഡിയോ കാണാം, സിനിമ അപ്ലോഡ് ചെയ്യാം, കാണാം, ഇവിടുന്ന് വലിയ വലിയ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്ത് അയച്ചു കൊടുക്കാം. ഒരുപാട് കാര്യങ്ങൾ വന്നു. അപ്പൊ ഈ പെട്ടെന്നുണ്ടായ മാറ്റത്തിന്റെ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേർ അവ ജനിക്കുമ്പോഴേ അതുണ്ട്. എന്റെയൊക്കെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരും മുതിർന്ന ആൾക്കാരുടെയും പകുതിക്ക് വെച്ച് ഈ സാധനം കിട്ടിയിട്ട് ഇവർക്ക് ഇപ്പോൾ ആകെപ്പാട് എന്ത് ചെയ്യണം എന്നുള്ള ഈ വെർച്വൽ വേൾഡും റിയൽ വേൾഡും തമ്മിൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ പ്രശ്നം അത്രയ്ക്ക് ഇല്ലാതെ വരുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം ഇല്ലാതെ വരുന്നത് നമ്മൾ പറഞ്ഞു വെച്ചത് തന്നെ തുടങ്ങുകയാണ്. അന്ന് പറഞ്ഞ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങാം. അന്ന് പറഞ്ഞു 100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിച്ച പുസ്തകം അതിപ്പോഴും സ്വർഗത്തിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിഡ്ഢിത്തരമായ കാര്യങ്ങൾ എന്നുള്ള ഉദ്ദേശിക്കാനാണ് പറയുന്നത്. ഉദ്ദേശം അത് തന്നെയാണ്, പറയുന്നില്ല. ഉദ്ദേശം അത് തന്നെയാണെന്ന് പറയുന്നതിന് ഞാൻ ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തുവേണേ പറയാം. ഓക്കെ, അത് ഏത് പാർട്ടിയാണെന്നും എല്ലാവർക്കും വ്യാഖ്യാനിച്ചെടുക്കാവുന്നുള്ളൂ. മാക്സിന്റെ പുസ്തകത്തെ കുറിച്ച് തന്നെയാണ് താങ്കൾ പറയുന്നത്. ഒരു മാറ്റമില്ല. അത് CPM എന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്. അത് അത്തരം ഒരു വേദിയിൽ താങ്കൾ പറയാനുള്ള ഈ നേരത്തെ നമ്മളൊരു കമ്മ്യൂണിസം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞത് കൊണ്ട് താങ്കൾ ഒരു പഠന സ്റ്റൈല് കൊണ്ട്, പഠനത്തിൽ നിന്നും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ആ ഒരു കാര്യം പറയാൻ കാരണമായത്. ആണ് സാർ, അതല്ലേ ഞാൻ പറഞ്ഞത്. അന്നുള്ള ആശയങ്ങൾ ഇപ്പം കേരളത്തിലെ പാർട്ടി പോലും ഓൺ ചെയ്യുന്നില്ല. പക്ഷെ അത് പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിന്റെ ആഴത്തിൽ കൊള്ളില്ലേ? താങ്കൾ അങ്ങനെ പറയാം. പിഷാരടി പറഞ്ഞ ഒരു നടൻ എന്ന് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു നടൻ. സാർ, ഈ പ്രവർത്തകരെയും ഇത് ബാധിക്കുന്നില്ലേ സാർ? ഈ പ്രവർത്തകർ, ഞാനിത് പറയുന്നു, ഞാൻ ആരോടും ഇത് ഉപേക്ഷിക്കണമെന്നോ ഉപയോഗിക്കണ്ടെന്നോ മാറണമെന്നോ ഞാൻ പറഞ്ഞതാണ് ശരിയെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് തോന്നി, ഞാനിത് പറയുന്നു. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.